മുത്തുമണികളെ നമ്മൾ ഇന്നത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥലമല്ലേ, ഇതൊരു മുമ്പ് നമ്മൾ റിങ് ഇറക്കി കൊട്ടതളത്തിലെ വേസ്റ്റിൻ്റെ വെള്ളം പോകാനുള്ളത്. അപ്പോൾ എന്താണ് ചോദിച്ചാൽ ഇവിടെ ഒരു കൊട്ടതളം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളം അതിക്ക് തിരിക്കണം പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ കളച്ച് റെഡിയാക്കി കൊടുത്തതിന് പിന്നെ പ്ലംബിങ്ങുകാരുണ്ട്, ഓല് റെഡി ആക്കിക്കോളും. അപ്പം നമുക്ക് ഇവിടെ ഒരു കൊട്ടത്തളം കെട്ടാണ് നമ്മൾ അടുത്ത വർക്ക്, ഒരു ഓപ്പൺ കൊട്ടത്തളം. ബാക്കി ടൈൽസ് അടിച്ച് മുകളിൽ റെഡി ആക്കി വരും, ഓപ്പൺ ആക്കി ഒന്ന് കൊട്ടത്തളം തട്ടുക. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലത്ത് കോൺക്രീറ്റ് ഇടുക. അങ്ങനെ അല്ലറ ചില്ലറ ചൊറിഞ്ഞ പണികളൊക്കെ ഉണ്ട്. ഈ സാധനം ഏത് സാധനം കറിയോ ഈ കോൺക്രീറ്റ് ഇടാനോ നമ്മൾ ഒരിക്കൽ സൂക്ഷിച്ചീനെ മുതൽ ഇപ്പം നമുക്ക് ഉപകാരപ്പെട്ടു. ഇവിടെയൊക്കെ നമുക്ക് കോൺക്രീറ്റ് കണ്ടിട്ടോ. അപ്പോൾ സംഗതി കാണിച്ചു തരാം എന്താണെന്ന് കഥ. മുമ്പത്തെ വർക്കിൻ്റെ വീഡിയോ കുറച്ച് കൊടുത്തിട്ട് കേട്ടോളി. മുത്തുമണികൾ എന്താ പാട് ഇന്നത്തെ വൈബർക്ക് കണ്ടോളി. ഈ കാണുന്ന മെറ്റലുണ്ടല്ലോ, ഒരുപാട് മെറ്റലുണ്ട് ചണ്ടിനുള്ളിൽ കിടക്കുക. മെറ്റൽ, എംസാൻഡ്, പീസാൻഡ്, ഒരുപാട് ഇന്ന സാധനം. ഇതൊക്കെ നല്ല നിലക്ക് വൃത്തിയിലൊരു സ്ഥലത്ത് കൂട്ടുക കണ്ടില്ല. ഇതൊക്കെയാണ് എംസാനിൻ്റെ കഥ. കണ്ടില്ലേ, ഇതൊരു മായത, അതിലൊക്കെ കാട് മുളക്കും, പിന്നെ ആകെ സാധനം കിട്ടുക. അപ്പോൾ അന്ന് നമ്മളിത് സൂക്ഷിച്ചുകൊണ്ട് എന്താ ഇപ്പോൾ ഉപകാരപ്പെട്ടു. ഇപ്പോൾ റെഡ് അലർട്ടാണ്, നല്ല മഴയാണ്, സാധനം എംസാൻ്റെ പീസാൻ്റെ ഒരു സാധനം കിട്ടാനില്ല. അന്ന് നമ്മളിത് സൂക്ഷിച്ചുകൊണ്ട് എന്തായാലും നമുക്ക് ഇങ്ങനത്തെ മുറ്റത്ത് അവിടെയും പടി കോൺക്രീറ്റ്, റോട്ട് മേലെ കുറച്ച് കോൺക്രീറ്റ് ആണ്, അതിനൊക്കെ ഇത് ഉപകാരപ്പെടും മുത്തുമണി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയണ്ട. അതൊക്കെ എടുത്ത് വെച്ചാൽ ഒരു കാലത്ത് ഏത് സാധനം നമ്മൾ വേസ്റ്റാക്കാതെ ഒരു കാലത്ത് ഉപകാരപ്പെടും. മറ്റേ നമ്മൾ ഗേദിച്ചു. ഇന്നിപ്പോൾ ഞങ്ങൾ എടുത്ത് വെച്ചാൽ ഞങ്ങൾ ഗേതേനെ. ഇത് കുടിൽക്കൽ ചെയ്ത വീടാണ്. കുടിൽക്കൽ ചെയ്ത വീട്ടിൽ ഇവിടെ കൊട്ടത്തള്ളം കെട്ടിക്കൊണ്ടിരിക്കുക, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കാൻ മുത്തുമണി കണ്ടില്ലേ. ഇതാണ് കൊട്ടത്തള്ളം. അപ്പോൾ അതിൻ്റെ വേസ്റ്റോടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടെടുത്തിട്ട് നമുക്ക് പ്ലംബിങ്ങുകാരിട്ട് നമ്മൾ അതിനുള്ള കണക്റ്റും കാര്യം കൊടുത്ത് സെറ്റാക്കി കൊടുത്ത് കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എല്ലാത്തിനും ബിഫോർ ആഫ്റ്ററിന് നഷ്ടം ഉണ്ടാവില്ല. അന്ന് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തില്ല, സാധനത്തിന് ഇപ്പോൾ ഗേദം വന്നില്ല. അതാണ് ഏതാ പണി കൊടുത്താലും. ഇനി ടൈൽസ് ഇട്ടാൽ 100ക്ക് 102 ഉണ്ടല്ലേ. സ്ലോപ്പൊക്കെ ഉണ്ട്, നല്ല മഴയാണ് മുത്തുമണി. വലിയൊരു ചെറിയൊരു ഓപ്പണിൽ വൃത്തിയുറവൊക്കെ ഉണ്ടാവും, നല്ല മഴയാണ്. ഇങ്ങോട്ട് സ്ലോപ്പ് ഇട്ട്, ആ സ്ലോപ്പ് ഇട്ടുകൊണ്ടാണ് വെള്ളം നിൽക്കുന്നത്, സെറ്റാക്കി പിന്നെ നമ്മൾ മൂടിക്കെടുത്ത് അല്ലേ. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൽ നമ്മൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും മുത്തുമണികളെ ഇവിടെ അവിടെയൊക്കെ കോൺക്രീറ്റ്, ആ സെങ്ങിൻ്റെ അടിഭാഗത്ത് കോൺക്രീറ്റ് കണ്ടതിന് കുറച്ച് ടാങ്കൊക്കെ ഇടാൻ പറ്റിയതാ. ഇത് വാഷ് മെഷീൻ വെക്കുന്ന സ്ഥലമാണ്, ഇവിടെ കോൺക്രീറ്റ് ഇടാൻ പറഞ്ഞു. അങ്ങനെ നമ്മളത് സെറ്റാക്കി കൊടുത്ത് ഏതാ പണി. ഇനി വാഷ് മെഷീനാണ് വെച്ചാണല്ലോ, അത് അലക്കലാണ് കിടക്കും. ഇതൊക്കെ ആ കുറച്ച് കളർ കമ്മി എന്ന് പറഞ്ഞാൽ മണ്ണുള്ള മെത്തന സംസാരിയുണ്ട്, അതുകൊണ്ടാണ്. എന്നാലും മിറ്റത്തിടുന്നതിന് ഒരു യാതൊരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് റോട്ടുമേൽ ലാസ്റ്റ് ഫൈനൽ വർക്ക് ഇതാ. കുടിൽക്കലിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി പോരുന്ന റോട്ടുമേൽ അവിടെയും വേണ്ടി കുറച്ച് കുണ്ടുകളുണ്ട്. കാറ്, ഓട്ടർഷ അങ്ങനത്തെ ഇനങ്ങളൊക്കെ തട്ടിച്ചാടുകയാണ്. ഇവിടെ ശരിക്കും മഴക്കാലം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി, മണ്ണിട്ട് റെഡിയാക്കിയാൽ മതി. മഴക്കാലം ആയതുകൊണ്ട് ഇപ്പം പിന്നെ നമുക്ക് ഇത് കിട്ടാനില്ല, ഏത് മക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് കോൺക്രീറ്റ് രണ്ടും കൽപ്പിച്ചിട്ട് നല്ല മഴയാണ്. പോയി കിട്ടി ഏതായാലും ആഫ്റ്റർ എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല, സെറ്റാക്കി. ഇവിടെയൊക്കെ നല്ല ഉറച്ച സ്ഥലമാണ്, കുണ്ടുപോയി മാത്രമാണ് തൂർത്ത് കണ്ടില്ലേ. ഏതാ പണി ഇനി കാറും സ്വിഫ്റ്റും ഏത് സാധനം വന്നാലും തട്ടില്ല. ഇതുകൊണ്ട് നമ്മൾ ബൈക്ക് ഫിനിഷായി. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. അതാണ് കുടിൽക്കലിൻ്റെ വീട്. ഓക്കെ മുത്തുമണികളെ, അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ. താങ്ക് യു.